നമസ്കാരം, ഞാൻ വിനോദ്. പൈനീർ സ്റ്റഡീസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ദശാംശ സംഖ്യകൾ, അതായത് ഡെസിമൽ നമ്പേഴ്സ് ആണ്. അതിൽ തന്നെ ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിക്കണം, ചെറിയ സംഖ്യ കണ്ടുപിടിക്കണം, കൂട്ടാനോ കുറയ്ക്കാനോ ഗുണിക്കാനോ ഹരിക്കാനോ എല്ലാം ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് PSC പരീക്ഷകളുടെ ചോദ്യപേപ്പർ നോക്കിയാൽ കാണാം ഏറ്റവും വലിയ സംഖ്യ ഏത്, അല്ലെ ചെറിയ സംഖ്യ ഏത്, ഭിന്നസംഖ്യ രൂപം എഴുതുക, ഇങ്ങനെയെല്ലാം വിവിധ തരത്തിലുള്ള ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഏറ്റവും വലിയ സംഖ്യ ഏതെന്ന് ഇങ്ങനെ കുറെ സംഖ്യകൾ തന്നിട്ട് ചോദിക്കും. അപ്പോൾ വലിയ സംഖ്യ കണ്ടുപിടിക്കാനുള്ള നോക്കിയേ, ദശാംശ ബിന്ദുവിന് മുമ്പുള്ള പൂർണ്ണസംഖ്യകളിൽ, മുമ്പുള്ള ദശാംശത്തിന് മുമ്പുള്ള ഈ എഴുതിയേക്കുന്നതാണ് പൂർണ്ണസംഖ്യ. 2, 3, 5, 4 പൂർണ്ണസംഖ്യകളിൽ ഏറ്റവും വലിയ പൂർണ്ണസംഖ്യ ഉള്ളതാണ് വലിയ സംഖ്യ. അങ്ങനെയാണ് വലിയ സംഖ്യ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഇത് 2 ആണ്. ഈ ദശാംശത്തിന് മുമ്പ് ഇത് 2, ഇത് 3, ഇത് 5, ഇത് 4. ഏതാ വലിയ സംഖ്യ? ഇതല്ലേ. അപ്പോൾ ഇതായിരിക്കും വലിയ സംഖ്യ, അല്ലെ? 5 ആണ് നമുക്ക് ഒറ്റയടിക്ക് അറിയാം. പക്ഷെ ഇതോ 16 ആണ്. ദശാംശത്തിന് മുമ്പുള്ളത് ഇത് 16, ഇതും 16 ആണ്, ഇതും 16. അപ്പൊ തുല്യമായ എന്ത് ചെയ്യും? അപ്പോൾ ദശാംശ ബിന്ദുവിന് മുമ്പുള്ള പൂർണ്ണസംഖ്യകൾ തുല്യമായാൽ ദശാംശ ബിന്ദുവിന് ശേഷമുള്ള ആദ്യ അക്കം വലുതാണോ, ഏത് വലുതാണോ അതാണ് വലിയ സംഖ്യ. നോക്കിക്കേ, അപ്പൊ ഇത് പൂർണ്ണസംഖ്യ നോക്കണ്ട, അത് ദശാംശം കഴിഞ്ഞുള്ളത് ഇത് 7, ഇത് 0, ഇത് 8. ഇതിലേതാണ് വലുത്? 7, 0, 8 എന്ന് പറയുമ്പോൾ ഇതാണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ സംഖ്യ ആയിരിക്കും വലിയ സംഖ്യ. ഇനി ഇതിൽ നോക്കിക്കേ, ദശാംശത്തിന് മുമ്പ് ഇതും 0 ആണ്, ഇതും 0 ആണ്, ഇതും 0 ആണ്. അപ്പൊ അത് നോക്കണ്ട, അത് നമുക്ക് ഏതാണ് വലുതെന്ന് കണ്ടുപിടിക്കാൻ പാടുന്നു. അപ്പം ദശാംശത്തിന് ശേഷമുള്ള ആദ്യ സംഖ്യ നോക്കിയേ, ഇത് 0, ഇത് 0, ഇത് 9. അപ്പൊ ഏതാ വലുത്? ഇതാണ് വലിയ സംഖ്യ. ഇതുപോലെ വേണം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്. നമുക്ക് ഒരെണ്ണം ഇനി വലിയ സംഖ്യ അല്ലേ ഇത്, ഇതിന്ന് ചെറിയ സംഖ്യ കണ്ടുപിടിച്ചാലോ? ചെറിയ സംഖ്യ നേരെ റിവേഴ്സ് പുറകോട്ട് നോക്കിയാൽ, എന്നിട്ട് ഇതിൽ ഏറ്റവും ചെറുത് ഏതാന്ന് നോക്കിയാൽ, ഇതിൽ വലുതല്ലേ നമ്മൾ നോക്കിയത്, വലുത് കണ്ടുപിടിക്കാൻ. ചെറുത് നോക്കാം. ഇത് 2, ഇത് 3, 5, 4. അപ്പൊ ചെറുത് ഏതായിരിക്കും? 2 അല്ലേ. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ 2.05 ചെറിയ സംഖ്യ. ഇതാണെങ്കിലോ 16, 16, 16, എല്ലാം 16 ആണ്. അതിനകത്തുനിന്ന് ചെറുത് കണ്ടുപിടിക്കുന്ന അടുത്തത് എന്ത് ചെയ്യണം? അടുത്ത സംഖ്യ ആണല്ലോ. ഇത് 7, ഇത് 0, ഇത് 8. 7 ആണോ 0 ആണോ 8 ആണോ ചെറുത്? അപ്പൊ ഇതാണ്, അല്ലെ, 0 ആണ്. അപ്പൊ ഇതായിരിക്കും ചെറിയ സംഖ്യ. ഇങ്ങനെ അടുത്ത് നോക്കി, ഇതിന് ചെറിയ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് ആദ്യ ദശാംശത്തിന് മുമ്പ് 0 ആണ്, 3 എടുത്തു. അടുത്ത ദശാംശം കഴിഞ്ഞോ, ഇത് 0, ഇത് 0, ഇത് 9. അപ്പൊ പിന്നെ ഇത് വലുതാണ്, അത് മാറി. പിന്നെ ഇത് 2 ഉണ്ട്, ഈ 0, ഇത് 2 ഉണ്ട്, അല്ലേ. ഇത് 2 0 ആണ്. അപ്പൊ അത് കഴിഞ്ഞാൽ അടുത്ത സംഖ്യ നോക്കണം. അപ്പൊ രണ്ടാമത്തെ സംഖ്യ ഏതാ? ഇത് 0, ഇവിടെ രണ്ടാമത്തെ സംഖ്യ 9. അപ്പോൾ ഇതും വലിയ സംഖ്യ. അപ്പൊ പിന്നെ ഇതാണ് നോക്കേണ്ടത്. കണ്ടോ, ഇത് 0, ഇത് 9. ഇത് ഈ ഒരു സംഖ്യ നമ്മൾ വലുതാണെന്ന് പറഞ്ഞ് മാറിപ്പോയി. പിന്നെ അതിന് ശേഷം വലുതാണ് ഇത്. അപ്പോൾ ഇത് 0, ഇത് 9 ആകുമ്പോൾ ഇത് വലിയ സംഖ്യ. അപ്പൊ ചെറുത് ഏതാണ്? 0, 0, 0, 9 എന്നുള്ളതാണ് ചെറിയ സംഖ്യ. അങ്ങനെ അങ്ങോട്ട് ഏറ്റവും ചെറുത് നോക്കി പോകുമ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ ഏതോ അതാണ് ചെറിയ സംഖ്യ എന്ന് കണ്ടുപിടിക്കാം. ഏറ്റവും ദശാംശത്തിന് ശേഷം ചെറിയ സംഖ്യ ആദ്യം വരുന്ന ഏതാണോ അതായിരിക്കും ഏറ്റവും ചെറിയ സംഖ്യ. അപ്പം വലിയ സംഖ്യയും ചെറിയ സംഖ്യയും നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചു. അടുത്ത് നോക്കിയാൽ ഭിന്നസംഖ്യ രൂപം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഇത് ദശാംശ രൂപത്തിൽ എഴുതിയേക്ക ഒരു സംഖ്യ 0.45. ഇതിന്റെ ഭിന്നസംഖ്യ രൂപം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഈ സംഖ്യ ദശാംശം ഇല്ലാതെ ഇങ്ങോട്ട് എഴുതാം. 45 ഇങ്ങനെ എഴുതി. എന്നിട്ട് അടിയിലോ 1 എഴുതിയിട്ട് ഇതിന് എത്ര ദശാംശം ഉണ്ട്? 1, 2 സംഖ്യ ഉണ്ട്, അല്ലെ. ദശാംശ സംഖ്യ 2 സംഖ്യയല്ലേ ഉള്ളേ. അപ്പോൾ 2 0 കൂടെ എഴുതും, എന്ന് വെച്ചാൽ 100. ഇവിടെ 45 ദശാംശം ഇല്ലാതെ എഴുതി, എന്നിട്ട് 1 എഴുതി, ഛേദമായിട്ട് 1 എഴുതിയിട്ട് ഇവിടെ എത്ര ദശാംശ സ്ഥാനം ഉണ്ടോ അത്രയും 0 കിട്ടും. വെച്ചാൽ 100 45. അതിന് നമുക്ക് ലഘൂകരിച്ച് എഴുതാൻ വരെ 5 കൊണ്ട് വെട്ടിക്കളയാം. 5, 9, 5, 45, 25, 100. അപ്പൊ എങ്ങനെ എഴുതാം? 20ൽ 9 ഇതിന്റെ ഭിന്നസംഖ്യ രൂപം. ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഈ 9/20ന്റെ ദശാംശ രൂപം എഴുതാൻ പറഞ്ഞാൽ എങ്ങനെയാണ്? അത് നേരെ ഈ 9നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ. അപ്പോൾ 9ൽ അടങ്ങില്ല, പോയിന്റ് ഇട്ടു, 0 പോയിന്റ് ഇട്ടു. 90ൽ എത്രയുണ്ട്? എത്ര പ്രാവശ്യമുണ്ട്? 4, 2, 8, 80. പിന്നെയോ 10ൽ അടങ്ങില്ല, 100ലോ 5, 4, 5, 20, 14 അല്ല 2, 10, 100. കണ്ടോ? 0. 0.45 കിട്ടിയില്ലേ?
അപ്പോൾ ഇങ്ങനെ തിരിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും. അടുത്തത് നോക്കാം. 1.2ന്റെ ഭിന്നസംഖ്യാരൂപം. അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? ഈ 1.2 എന്നുള്ള ദശാംശം ഇല്ല എന്നുള്ള രീതിയിൽ എഴുതുന്നു. എന്നിട്ടോ അടിയിൽ ഇതിന് എത്ര ഒന്ന് എഴുതിയിട്ട് എത്ര ദശാംശ സ്ഥാനം ഉണ്ടോ അതിൻ്റെ ഒരു ദശാംശ സ്ഥാനം ഉള്ളൂ. അപ്പോൾ ഒരു 0 കിട്ടും. 10ൽ 12 സമയം ഇത് വെട്ടിക്കുറയ്ക്കാൻ മേലേ. 2 കൊണ്ട് കിട്ടുമ്പോൾ 5, 12, 6. 6/5. ഇത് വേണമെങ്കിൽ ഹരിച്ച് എഴുതാം. ഇങ്ങനെ 6/5 ഇത്രയും മതി. നമുക്ക് വെട്ടിക്കളയാൻ പറ്റില്ലല്ലോ. 5ഉം 6 തമ്മിൽ വെട്ടാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. 5ൽ 6 എന്നുള്ളതാണ് ഇതിൻ്റെ ഭിന്നസംഖ്യാ രൂപം. ഇനി അടുത്തത് 0.65. 0.65 എങ്ങനെ എഴുതണം? ദശാംശം ഇല്ലാതെ ആദ്യം എഴുതണം അല്ലേ? 65 എന്ന് എഴുതണം. അടിയിൽ എത്ര എഴുതണം? ഇത് 2 ദശാംശ സ്ഥാനമല്ലേ ഉള്ളത്. അപ്പോൾ 1 എഴുതിയിട്ട് 2 0 100. ഇതിനെ 5 കൊണ്ട് വേണം വെട്ടിക്കളയാം അല്ലേ? 5 65ൽ എത്രയുണ്ട്? 1 5 15 3 5 13. 100ലോ 20. അപ്പോൾ ആൻസർ എത്രയാണ്? 20ൽ 13 ഉണ്ടോ? ഭിന്നസംഖ്യാ രൂപമായില്ലേ? ഇത്രയും ചെയ്താൽ മതി. അടുത്തതോ 0.008. അതെങ്ങനെ എഴുതും? ഈ ദശാംശ സ്ഥാനം ഇല്ലാതെ നമ്മൾ എഴുതണം. 8 എന്ന് എഴുതി. പിന്നെ ഇവിടെ എത്ര ദശാംശ സ്ഥാനം ഉണ്ട്? 1 എഴുതിയിട്ട് എത്ര ദശാംശ സ്ഥാനം ഉണ്ട്? 1 2 3. അപ്പോൾ 3 0. 1008 എന്ന് എഴുതാം. വേണമെങ്കിൽ ലഘൂകരിച്ച് ഒന്നും കൂടെ എഴുതാം. നമുക്ക് 2 കൊണ്ട് വെട്ടിയാൽ എത്ര വരും? 4 500. ഇനിയും വെട്ടാം അല്ലേ? 2 കൊണ്ട് വെട്ടിയാൽ 2 250. 250ൽ 2 എന്ന് വേണമെങ്കിൽ നമുക്ക് അല്പം കൂടെ ലഘൂകരിച്ച് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാം. ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ പഠിച്ചു, ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ പഠിച്ചു, ഭിന്നസംഖ്യാ രൂപം എഴുതാൻ പഠിച്ചു. തിരിച്ച് ദശാംശ രൂപം എഴുതാൻ എങ്ങനെയായിരിക്കും? 2/250 ആദ്യം ഞാൻ കാണിച്ചു തന്നു. ഇനി 2നെ 250 കൊണ്ട് ഹരിച്ചെഴുതിയാൽ ഈ ദശാംശ രൂപം കിട്ടും അല്ലേ? അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത് ഹരണമുണ്ട്, ഗുണനമുണ്ട്, സങ്കലനം, വ്യവകലനം, ഈ ദശാംശ സംഖ്യകളുടെ ഇതെല്ലാം പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ഏവർക്കും നന്ദി.